ഡെസേർട്ട് സഫാരികളിലെ വലിയ അട്രാക്ഷനിൽ ഒന്നാണ് ബഗ്ഗി യാത്ര. ആ യാത്ര ഒന്ന് പോയി നോക്കാം. UAE വന്നിട്ട് നിർബന്ധമായി നടത്തേണ്ട ഒന്നാണ് ഡെസേർട്ട് സഫാരി. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ബഗ്ഗികളിൽ കയറിയിട്ട് നിങ്ങൾക്ക് യാത്ര നടത്താവുന്നു. ഞങ്ങളിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് F&S അഡ്വഞ്ചേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ യാത്ര മനോഹരമാക്കി ഞങ്ങളുടെ F&Sന് ഞങ്ങളുടെ നന്ദി കൂടി അറിയിക്കുകയാണ് ഈ സമയത്ത്. ഏതായാലും ഞങ്ങൾ ബാക്കി കൂടി ഈ ഡെസേർട്ടിലൊന്ന് ഓടിച്ചിട്ട് വരാം. ബൈക്കിൻ്റെ തന്നെ ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള വാഹനമാണിത്. ഇതിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ആർക്കും പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇത് വാഹനം ഓടിക്കാൻ, ബൈക്ക് ഓടിക്കാനൊന്നും അറിയണമെന്നില്ല. ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്സിലേറ്ററിന് പകരം ഇവിടെ ഒരു സ്വിച്ച് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ റേസിംഗ് ഉണ്ടോ, ആക്സിലേറ്റർ ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് ഒരൊറ്റ ബ്രേക്കാണുള്ളത്. ഒരു ഫ്രണ്ടിൽ തന്നെ റൈറ്റ് ഹാൻഡിൽ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ഗിയർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് പോകുന്ന പോലെ തന്നെ റിവേഴ്സ് ഗിയറും പോകാം. പക്ഷേ അതത്ര ഈസി ടാസ്ക് അല്ല. റിവേഴ്സിൽ പോകല് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് ഏരിയതാണ്. ബാക്കിയെല്ലാം വാഹനത്തിനെ പോലെ തന്നെ കീ ഉണ്ട്, അതുപോലെ തന്നെ മീറ്റർ സ്പീഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്പീഡിൽ നമ്മൾ km/h അടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മാക്സിമം സ്പീഡ് അത്രയൊന്നും കാണിക്കുന്നില്ല. എങ്കിലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകാം. കുറേ കൂടി എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾ അവരൊക്കെ ഇതിൽ സ്റ്റണ്ടൊക്കെ നടത്തുന്ന വാഹനം കൂടിയാണ്. ഇത്തരം ബഗ്ഗികൾ വളരെ റേറ്റ് ഏകദേശം ഒരു 150 മുതൽ തുടങ്ങുന്ന വിവിധതരം 150 ദിർഹം തുടങ്ങുന്ന വിവിധതരം ബഗ്ഗികളുണ്ട്. 1000, 1400 വരെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ബഗ്ഗികൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ റേറ്റ് അവർ ഫിക്സഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചില റേറ്റൊക്കെ കുറച്ച് തരും. നമുക്ക് F&S അഡ്വഞ്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് 16 വയസ്സിൽ താഴെയുള്ളവർക്കില്ല കേട്ടോ. 18 ആവേണ്ട, 16-ന് മുകളിൽ പ്രായമുള്ള ആർക്കും ഈ വാഹനങ്ങൾ ഓടിക്കാം. ശരിക്കും 2 പേർക്ക് ഇരിക്കാം. ഇപ്പോൾ നമ്മൾ ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് 2 പേർക്ക് ഇരിക്കാം. ഒരാൾക്ക് ഓടിക്കാം, ഒരാൾക്ക് പുറകിലിരുന്നും പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡെസേർട്ടിൽ ഉപയോഗിക്കുന്ന ബഗ്ഗികളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ബഗ്ഗിയാണ് ഇതിന്. ഏകദേശം 1000 മുതൽ മുകളിലോട്ടാണ്, 1000 ദിർഹം മുതൽ മുകളിലോട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അരമണിക്കൂർ സമയത്തേക്കാണ് അത്രയും റേറ്റ് വരുന്നത്. ഇതിൽ സിംഗിൾ യൂസറാണ്. കുറച്ചും കൂടി ഫെസിലിറ്റി കൂടുതലുണ്ട്. കൂടുതൽ പവറാണ്. എല്ലാത്തിൻ്റെയും വ്യത്യാസം വരുന്നതിൻ്റെ പവറിനനുസരിച്ചാണ്. സ്കൂട്ടറിൻ്റെ പവർ, കാറിൻ്റെ പവറൊക്കെ വരുമ്പോൾ ഇതിന് പവർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് വലിയ സ്പേസിലേക്ക്, മരുഭൂമിയുടെ തന്നെ വലിയ സ്പേസിലേക്ക്, കുറച്ചും കൂടി ഹൈറ്റിലേക്കൊക്കെ പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ തന്നെ 2 ടൈപ്പ് മോഡൽ വരുന്നത്. ഡോർ ഇല്ലാത്ത മോഡലാണെങ്കിൽ അടുത്ത് അതിന് ഡോറൊക്കെ വരുന്നുണ്ട്. ഒരാൾക്ക് മാത്രമാണ് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുക. ഏറ്റവും കൂടുതൽ ബഗ്ഗികളുള്ളത് പൊളാരിസ് എന്നുള്ള ബ്രാൻഡിലാണ്. അതുപോലെ തന്നെ BRP ബ്രാൻഡിലും ബഗ്ഗികളുണ്ട്. നേരത്തെ നമ്മൾ കണ്ട എക്സ്പെൻസീവ് ബഗ്ഗി ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ 2 ടൈപ്പ് ബഗ്ഗികളാണ് ഇവിടെ കാണുന്നത്. എല്ലാം 4 വീൽ ഡ്രൈവ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു പവർ ഭയങ്കര ഓരോന്നിനനുസരിച്ചിട്ട് വളരെയധികം വേരിയേഷൻ ഉണ്ട്. അതുപോലെ യമഹൻ്റെ ഒരു സിംഗിൾ സ്പേസ് ഒരെണ്ണം കൂടി, ഒരു ബഗ്ഗി കൂടി അവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ ഒരു മോഡൽ ബഗ്ഗിൽ യാത്ര ചെയ്തു, മറ്റൊരു മോഡൽ ബഗ്ഗിയാണ് അടുത്തത് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഒരു ബൈക്കിൻ്റെ ഫെസിലിറ്റിയുള്ള ബഗ്ഗിയാണെങ്കിൽ ഇത് വ്യത്യാസമുണ്ട്. ഇതിന് സ്റ്റെയറിംഗ് ആണ് വരുന്നത്. കാറിൻ്റെ കുറേ കൂടി ഫെസിലിറ്റിയാണ്. മാത്രമല്ല നേരത്തെ ഉള്ളതിൽ 2 പേർക്കാണെങ്കിൽ ഇതിൽ 4 പേർക്ക് യാത്ര ചെയ്യാം.